നാളെ എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയില്ല, സത്യത്തിലെ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് ശ്രമിക്കാമല്ലോ. 16-കാരിയെ പീഡിപ്പിച്ച ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. കഥ മനസ്സിലാക്കുന്നത് അതിന് രക്ഷിതാക്കൾ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റൂലല്ലോ. പിന്നെ പരമസാധുക്കളായിട്ടുള്ള ഒരു കുടുംബമാണ് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. ചിലർക്ക് നല്ല ഗഡ്സ് ഉണ്ടാവും, എന്ത് വന്നാലും നേരിടാനും ഉള്ള ഒരു ഗഡ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസവും ആളും ഒക്കെ ഉണ്ടാവും. ചിലർ അങ്ങനെയല്ല. ചിലരെന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഒരു ജഗ്ഗിൽ നിന്ന് ആ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം ചവച്ചാണ് കുടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്തിനെന്ന് ചോദിക്കൂല, അതവർ ചവച്ചും കുടിക്കും. വെള്ളം ചവയ്ക്കേണ്ട ആവശ്യമില്ലെന്നോ ഇത് രണ്ടും ഒരു ജഗ്ഗിൽ നിന്നാണ് പാറുന്നതെന്നോ ഒന്നും അവർ ചിന്തിക്കില്ല. അത്രയ്ക്ക് സാധുക്കളായ മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് തൻ്റെ കുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ കുട്ടിയുടെ വിഷയമൊക്കെ ഇയാൾ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ കരുതിയിട്ട് പലയിടത്തും കൊണ്ട് തലവെച്ചു കൊടുക്കുന്നത്. അത് ഫിലിപ്പ് മമ്പാടിനെ പോലെയുള്ളവരുടെ തലയിൽ മാത്രമല്ല, ഈ ആത്മീയ ആചാര്യന്മാരെന്ന് മുദ്ര വെച്ച് നടക്കുന്ന കുറെ പേരുണ്ട്. അവരുടെ മണ്ടയിലും കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെ. ഇപ്പൊ ഫിലിപ്പ് മമ്പാടിനെ ഞാൻ ഇതിനകത്ത് ഒരു ഉദാഹരണമായി പറയുന്നത്, ഇന്നലെയും മെനിഞ്ഞാന്നുമായി ഞാൻ ഫാൾസ് മെമ്മറി സിൻഡ്രോമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം ചില വോയിസ് നോട്ടുകൾ എനിക്ക് കിട്ടി. അതിൽ ഫിലിപ്പ് മമ്പാട് സംസാരിക്കുന്നതായിട്ടുള്ള ചില വോയിസുകൾ കേട്ടു. അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, അത് ശിക്ഷ അർഹിക്കുന്നുണ്ട്. നന്മമരം എന്നത് വെറും ജാടയായിരുന്നു എന്ന് പറയേണ്ടി വരും. നാളെ എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയില്ല, സത്യത്തിലെ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് ശ്രമിക്കാമല്ലോ. ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ജീവനാണ്. പ്രാർത്ഥന ഓർക്കുന്നുണ്ട്. എന്റെ വാട്സപ്പ് നോക്കൂ. നല്ല ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഇഷ്ടമാണ്. നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചോളാം. അദ്ദേഹം ഒരു നാടിനെ മുഴുവൻ പറ്റിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഈ നാട്ടിലെ സന്നദ്ധ സംഘടനകളും വായനശാലകളും മുതൽ വലിയ വലിയ സംഭവങ്ങൾ വരെ ആദരിച്ചിരുന്നു. അദ്ദേഹം ഒരു വലിയ നടനായിരുന്നു, ഈ ഒരു നന്മമരം ചമയുകയായിരുന്നു എന്നതിന്റെ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് മുതലാക്കാൻ ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരെ മുതലാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വോയിസ് നോട്ട് കേട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം അദ്ദേഹം ഇതിനിടയിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്, അതിൽ വിശുദ്ധ ഖുർആനാണ് എന്നെ വളരെയധികം സ്വാധീനിച്ചത് എന്നൊക്കെ. ഈ മലപ്പുറത്തെക്കുറിച്ച് മറ്റ് ജില്ലക്കാരും തെക്കൻ ജില്ലക്കാരും മുസ്ലിം വിഭാഗത്തെക്കുറിച്ച് അപമാനിക്കാനായിട്ട് നടക്കുന്നവരും, അങ്ങനെയുള്ള കുറെ ആൾക്കാർ, അപമാനിക്കാനായിട്ട് നടക്കുന്ന വിവരം കുറഞ്ഞ വിവരദോഷികളായ കുറച്ച് ആൾക്കാരും, ഞാൻ ആ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാരും ഈ മലബാറിലെ മലപ്പുറത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങിയ ആ ഒരു വിഭാഗത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല. ഈ ജില്ലയ്ക്കുള്ളിൽ എല്ലാവരും പരസ്പര സ്നേഹത്തോടെ കഴിയുന്നത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു കുറുക്കല്യാണത്തിന് പങ്കെടുത്താൽ മതി. കുറുക്കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അതായത് എന്തെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടിപ്പിടിയിൽ കുറച്ച് ചായക്കടി ഉണ്ടാക്കി ഒരു ചായയും കൊടുത്തിട്ട് പൈസ പിരിക്കുന്ന ഒരു പരിപാടിയാണ്. പറയും, ഒരു നോട്ടീസ്, ചെറിയൊരു കുറി അടിച്ചിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും കൊടുക്കും. കൊടുത്തിട്ട് എൻ്റെ ഇത്രാം തീയതി എൻ്റെ കുറുക്കല്യാണമാണോ വരണമെന്ന് പറയും. അവർ 50, 100, 200, 500 ഒക്കെ ആയിട്ട് വരും. ഉള്ളതുപോലെ അവിടെ കൊണ്ടുവന്ന് അവിടെ ഒരാൾ ഇതൊക്കെ എഴുതി വെക്കാനുണ്ടാവും. ബുക്കിൽ ഇന്ന ആള് ഇത്ര രൂപ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഒരു ചായയും ഒരു കടിയും ഉണ്ടാവും. അതും കടിച്ചിട്ട് അങ്ങ് പോകും. ഇതാണ് കുറുക്കല്യാണം. ഈ കുറുക്കല്യാണത്തിൽ പങ്കെടുത്തിട്ടുള്ള ആർക്കെങ്കിലും പിന്നീട് എന്തെങ്കിലും ഒരു പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഈ ലിസ്റ്റാണ് എടുത്ത് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ലിസ്റ്റിൽ അവർ കൊടുത്തിട്ടുള്ള എമൗണ്ടിൽ കുറയാത്ത ഒരു സംഖ്യ തിരിച്ചു കൊടുക്കാൻ ഇയാൾ ബാധ്യസ്ഥനാണ്. അതിനാണ് ഈ ലിസ്റ്റ് എഴുതി വെക്കുന്നത്. ഇങ്ങനെ പണം പിരിക്കുന്നതും കൊടുക്കുന്നതും എല്ലാ ജാതി മതസ്ഥരും ഉണ്ടാവും അതിനകത്ത്. ശങ്കരനും, ഗോപാലനും, മുഹമ്മദും, മുസ്തഫയും, അതുപോലെ ശശിയും, അതുപോലെ ജോസഫും ഒക്കെ ഉണ്ടാവും അതിനകത്ത്. എല്ലാവരും അതിനകത്ത് ഉണ്ടാവും. അതിന് ജാതി മതമൊന്നും നോക്കിയിട്ടല്ല കുറുക്കല്യാണം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള നിഷ്കളങ്കരായ ഒരു വിഭാഗത്തിന്റെ ഒരു ഭാഗം നന്നായിട്ട് പേരുദോഷം കേൾക്കുന്നുണ്ട്, നന്നായിട്ട് അവരെ അപമാനിക്കുന്നുണ്ട്. പക്ഷെ അവരായതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല. മലപ്പുറത്തുകാരെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നത്. ആ സമൂഹത്തിലെ ഒരു ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്
ഈ ഫിലിപ്പ് അമ്പാട് നടത്തിയിട്ടുള്ള ഒരു ശ്രമമുണ്ട്. വിശുദ്ധ ഖുർആൻ ആണ് എന്നെ സ്വാധീനിച്ചതെന്ന് പറയുമ്പോൾ ഇയാൾ മുസ്ലിം വേദികൾ കൂടുതൽ കിട്ടും. അത് മുതലെടുക്കുന്ന ഒരു കള്ളസ്വാമിയുണ്ട്, ഖുർആൻ ഓതുന്ന സ്വാമി എന്നും പറഞ്ഞൊരു സ്വാമിയുണ്ട്. അപ്പൊ അയാളും ഇത് തന്നെയാണ്. ഇടയ്ക്ക് കുറെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും വേദികളുമായി നിറഞ്ഞാടിയതിന് ശേഷം കുറച്ചാൾക്കാർ മൂപ്പരുടെ കള്ളത്തരം പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു വിഭാഗം പിന്നെ വിളിക്കാതെ അങ്ങോട്ട് പോയി. പിന്നെ കുറച്ചു കാലം ഇന്ത്യയിൽ തന്നെ ഒരു പ്രവാസ ജീവിതം നയിച്ചു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഇപ്പോ മുസ്ലിം വിഭാഗത്തിന്റെ ഒരു വിഭാഗത്തില് മുഹമ്മദ് നബിയെ കുറിച്ചും റസൂലുള്ളാന്റെ പോരിശയെക്കുറിച്ചും ഖുർആനെ കുറിച്ചുമൊക്കെ വാദോരാതെ പ്രസംഗിച്ചുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മുസ്ലിം വിഭാഗത്തിന്റെ. അതായത് മലപ്പുറത്തെ ഈ മുസ്ലിം സഹോദരങ്ങൾ മറ്റൊരു മതസ്ഥൻ വന്നിട്ട്, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും വന്നിട്ട് തങ്ങളുടെ മതത്തിലെ നന്മയെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം വിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ അവർ മോശക്കാരാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് ഇതര മതസ്ഥനായ ഒരാൾ മലപ്പുറത്തുള്ള ഒരു കുഴപ്പക്കാരല്ല, മുസ്ലിങ്ങൾ കുഴപ്പക്കാരല്ല എന്ന് പറയുമ്പോൾ അവരോട് വല്ലാത്തൊരു സ്നേഹം തോന്നും. ആ സ്നേഹം മുതലെടുത്തുകൊണ്ട് ഈ കള്ളസ്വാമി അങ്ങനെ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള ഈ ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന വ്യക്തിയും അങ്ങനെയാണ് ഇറങ്ങിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശരിയല്ല, അദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല. ഈ ഖുർആനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിഷ്കളങ്കരായ മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ വേദികൾ കിട്ടിയിട്ട് അതിന്ന് ഇവർ നന്നായിട്ട് പണം കൊടുക്കും. ചെറിയ പണമൊന്നുമല്ല കൊടുക്കുന്നത്. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ അതും കൊടുക്കും, 50 ലക്ഷം എന്ന് പറഞ്ഞാൽ അതും കൊടുക്കുന്നതിന് യാതൊരു മടിയും കാട്ടാത്തവരാണ്. അപ്പൊ ആ നിലയിൽ കൊടുക്കും. അത്തരം പണം വാങ്ങി അല്ലെങ്കിൽ ആ നിലയിൽ തെറ്റിദ്ധരിപ്പിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് പിന്നെ ഇത്തരത്തിലുള്ള മുതലെടുപ്പ് കൂടി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സാധുക്കളുണ്ടല്ലോ, ഇതേപോലുള്ള സാധുക്കൾ സത്യത്തിൽ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കർമാർ, ഇപ്പൊ നമുക്കറിയാലോ ഈ അടുത്ത കാലത്ത് ഒരു മെന്റലിസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ മെന്റലിസ്റ്റ് കുറച്ച് മാജിക് ടെക്നിക്കുകളാണ് കാണിക്കുന്നത്. ആ മെന്റലിസത്തെ ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ സത്യത്തിൽ അത് അമാനുഷിക ശക്തിയാണെന്ന് കരുതിയിട്ട് അവരെ സമീപിച്ചിട്ട് തന്റെ കുട്ടിയുടെ അസുഖം മാറ്റിത്തരുമെന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്കറിയാം. ഒരുപാട് പേര് അറിയാം. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മെമ്മറി ടെക്നിക്സ് പഠിപ്പിക്കാറുണ്ട്. ഒരൊറ്റ തവണ കേട്ടാൽ മതി, ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള PSC പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളൊരു PSCന്റെ ടെക്സ്റ്റ് ഒരൊറ്റ തവണ വായിച്ചു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾ ഒരു തവണ കൂടി വായിക്കണ്ട. 1000കണക്കിന് 10000കണക്കിന് ചോദ്യങ്ങൾ ഒരൊറ്റ തവണ മാത്രം കേട്ടാൽ മനസ്സിലിരിക്കുന്ന ടെക്നിക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാനൊരു അമാനുഷിക ശക്തികളാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന ആ ടെക്നിക്കുകൾ വെറും ടെക്നിക്കുകൾ മാത്രമാണ്. ചില രീതിയിൽ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ അറിയാമല്ലോ അബാക്കസ് കണക്ക് കൂട്ടുന്നത്, അതുപോലെ ഒരു ടെക്നിക്ക് മാത്രമാണ്. ആ ടെക്നിക്കിനേക്ക് വെച്ചുകൊണ്ട് ഒരു അമാനുഷികത ചമഞ്ഞ് എനിക്കത് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട കുട്ടികളെയൊക്കെ ചൂഷണം ചെയ്ത് അവരെയൊക്കെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന കൈയാണ്, ഒരുപാട് കടന്ന കൈയാണ്. ഇവിടെ വളരെ സാധുവായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ഒരു കുട്ടിയെ ഇത്തരത്തിൽ ഞാൻ ശ്രമിക്കാം, അതെന്റെ കൂടെ കുറച്ചു കാലം നിൽക്കുമ്പോൾ ശരി, അങ്ങനെയാണ് ചിന്തിക്കുക. അത്രയും നല്ലൊരു വ്യക്തിയല്ലേ, നല്ലൊരു മനുഷ്യനാണ്, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു കാലം നിൽക്കാം, കുറച്ചു കാലം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ശരിയായിക്കോളും, മൂപ്പര് നോക്കിക്കോളും എന്ന് കരുതി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തതാക്കാം നിഷ്കളങ്കമായിട്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉള്ള കുട്ടികളെ, അതായത് യാതൊരു കുഴപ്പവുമില്ലാത്ത കുട്ടികളെ പോലും നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാറില്ല. അപ്പോ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു കുറവുണ്ട് എന്ന് സമൂഹം പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള, മാനസിക വെല്ലുവിളിയൊക്കെ നേരിടുന്ന കുട്ടികളെയൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ കൊല്ലുന്നതിന് തുല്യ, അവരെ ഇല്ലാതാക്കുന്നതിന് തുല്യ. പക്ഷെ അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത ഈ സാധുക്കളാണ് ഇവരെ ഏൽപ്പിക്കുന്നതെങ്കിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാണ്. പക്ഷെ അവിടെ അതിനെ ലൈംഗികമായി ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യരായിട്ടുള്ളവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാൾ ഇതിന്റെ കുട്ടിയെ സംരക്ഷിച്ചോളും, പഴയൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നോളും എന്ന് കരുതിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു കുട്ടിയെ, അതും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് പറ്റിയൊരു പണിയല്ല. പക്ഷെ ഇവിടെ ഫിലിപ്പ് അമ്പാടിനെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ ഏൽപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കുറവാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അത് ഈ സമൂഹത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള മാതാപിതാക്കൾക്ക് അത് ബാധകമുള്ളൂ. മറ്റുള്ളവരെ വിശ്വസിക്കുന്ന സാധുക്കളായ പാവങ്ങളായിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന സാധുക്കൾക്ക് അത് ബാധകമല്ലല്ലോ, അവർ വിശ്വസിച്ച് ഏൽപ്പിക്കുകയല്ലേ. ഏതായാലും അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്ന് അറിയുന്നതിൽ വളരെ വിഷമമുണ്ട്. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം,
മറ്റ് പലയിടങ്ങളിൽ നിന്നും ചില വോയിസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് ശരിയല്ല, ഇയാള് നിലപാടുകൾ മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ഒരു വോയിസ്, ഞാൻ നേരത്തെ കേൾപ്പിച്ച വോയിസ്, അത് സത്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അതെന്തായാലും സ്വന്തം ഭാര്യയോട് പറഞ്ഞതല്ല, ആകാൻ വഴിയില്ല. ഫിലിപ്പ് മമ്പാട് എന്തോ ചില സംശയങ്ങളുടെ പുകമറ തന്നെയാണ്. Different angles. Don't forget to subscribe and support this channel.